ഞാൻ ചോദിക്കട്ടെ, വിരലുകളുടെ ഡ്യൂട്ടി എന്താ? വിരലുകൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താ വിരലുകൾക്കുള്ള ഡ്യൂട്ടി? നമ്മൾ സാധാരണ വിരൽ നീട്ടി വിരൽ ചൂണ്ടിയിട്ട് മറ്റുള്ളവനോട് സംസാരിക്കും. നാളെ ഈ വിരല് നാളെ റബ്ബിന്റെ കോടതിയിൽ പറയും, പലരെയും തെറി വിളിച്ച വിരലാണ് ഈ വിരല്. അതുകൊണ്ട് തന്നെ ഈ വിരലിന്റെ പേര് സബ്ബാബത്ത് എന്നാണ്. ഈ വിരലിന്റെ പേരെന്താ? ഇബ്ഹാം. മുസബ്ബിഹ എന്നുണ്ട്, സബ്ബാബ എന്നുണ്ട്. മുസബ്ബിഹ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അത്തഹിയാത്തിൽ നിന്നിട്ട് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തുക മാത്രമല്ല, തസ്ബീഹുകൾ ചെല്ലുന്ന അർത്ഥമുണ്ട്. സബ്ബാബ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ചീത്ത വിളിക്കുമ്പോൾ ഈ വിരൽ ആരെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കുമോ? ആരെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കുമോ? ഇല്ല. ചീത്ത വിളിക്കുന്നത് ഈ വിരൽ ചൂണ്ടിക്കിട്ടാൻ. ഇബ്ഹാം, മുസബ്ബിഹ അല്ലെങ്കിൽ സബ്ബാബ, വുസ്ത, ബിൻസർ, ഖിൻസർ. ഇങ്ങനെ ഈ 5 വിരലിനും പേരുകളുണ്ട്. ഈ 5 വിരലുകൾക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്തെന്നറിയോ? ഇന്ന് മുതൽ കൃത്യമായ ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം. കാലിന് ചെയ്യുന്നുണ്ട്, വാഴ കേൾക്കാൻ വരുന്നുണ്ട്, ജമാഅത്തിന് പോകുന്നുണ്ട്, ജുമയ്ക്ക് വരുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കാൻ പോകുന്നുണ്ട്, കിളയ്ക്കാൻ പോകുന്നുണ്ട്, ജോലി എടുക്കാൻ പോകുന്നത് ഇബാദത്താണ്. കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കണ്ണുകൊണ്ട് ചെയ്യുന്നുണ്ട്, കാത് കൊണ്ടുള്ളതുണ്ട്, വായുണ്ട്, വയറ് കൊണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ വിരൽ കൊണ്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. ചിലര് ചെയ്യുന്നുണ്ട്, ചിലര് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ ദിവസത്തിന്റെ സന്ദേശമായി, മെസ്സേജായി, ഇന്നത്തെ ഈ വഅലിന്റെ ഒരു ഗുണപാഠമായി എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ രാത്രി മുതൽ ഫിംഗർ കൊണ്ടുള്ള, വിരൽ കൊണ്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതേതെന്നറിയോ? ഏതാ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തുസബ്ബിഹൂന വതുഹമ്മിദൂന വതുകബ്ബിറൂന വഅഖിദിന ബിൽ അനാമിലി ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹു അക്ബർ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എന്നിട്ടോ വഅഖിദിന ബിൽ അനാമിലി, വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കണം. വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കണം. നമ്മൾ കരുതുന്ന എന്താ, എണ്ണത്തിന് വലിയ പ്രത്യേകത ഇല്ലെന്നാ. ആരാ പറഞ്ഞത്? താക്കോലിന്റെ ഒരു പഴുത്, താക്കോലിന്റെ ഈ താക്കോല് ഈ പൂട്ടിലേക്ക് നമ്മളിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോ ആ താക്കോലിൽ ചില ഭാഗങ്ങളിൽ വെട്ട് കണ്ടിട്ടില്ലേ? ആ വെട്ടൊന്ന് കുറഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല. വെട്ടൊന്ന് കൂടിയാൽ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ താക്കോലല്ലേ, 2 വെട്ട് അധികം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പൂട്ടി കയറൂല. അത്ര തന്നെ. വീട് തുറക്കാൻ പറ്റൂല. എണ്ണം വലിയ കാര്യമാണ്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമില്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ നിസ്സാരമായി കാണണ്ട. നോമ്പ് മുറിച്ചവൻ നോമ്പം പിടിച്ച പകല് കിടക്കുമ്പോഴാ ഭാര്യ അടുത്ത് വന്നു. എന്തൊക്കെയോ തോന്നി, നോമ്പ് മുറിഞ്ഞു. അവന്റെ നിയമം എന്താണ്? നിയമം, പല നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇസ്ലാം വെച്ച ചില കഫാറത്തുണ്ട്. 60 മിസ്കിന്മാർക്ക് ആഹാരം കൊടുക്കണം. 59 പേർക്കേ കൊടുത്തോളൂ. പറ്റൂല. 60 പേർക്ക് തന്നെ നീ കൊടുക്കണം. 61 പേർക്ക് കൊടുക്കാൻ വേണ്ട. 2 മാസം നോമ്പ് പിടിക്കണം. 2 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിറ കാണുന്നതനുസരിച്ചാ. ഡിസംബറും ജനുവരിയും 2 മാസം അല്ല ഈ പറയുന്നത്. മറിച്ച് 2 അറബി മാസങ്ങൾ പിറ കാണുകയോ അല്ലെങ്കിൽ മാസം പൂർത്തിയാവുകയോ ചെയ്ത് 2 മാസക്കാലം നോമ്പ് പിടിക്കണം. 58 നോമ്പ് പിടിച്ചു. ഇനി 2 നോമ്പ്. ആ മാസം 2 മാസവും കൃത്യമായി പിറ കണ്ടിട്ടില്ല. അപ്പൊ 30 പൂർത്തിയാവുവാൻ 58 ദിവസം പൂർത്തിയായി. 59 നോമ്പ് വിട്ട്. എന്നാ പിന്നെന്താ ചെയ്യേണ്ടത്? 60 പിടിക്കണം. 61 പറയേ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, 60 ദിവസം നോമ്പ് പിടിക്കണം. ഒരു നിയമമുണ്ട് ഇസ്ലാമില്. 58 ദിവസം പിടിച്ചു, 59 മുറിച്ചു, പിന്നെ 60 പിടിച്ചു. അപ്പൊ ഇനി എത്ര നോമ്പ് അവന് ബാക്കിയുണ്ട്? എത്ര ഉണ്ട്? തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ ബാക്കിയുണ്ട്. നിങ്ങളെ കൊല്ലം ജില്ലയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി ഈ നോമ്പ് ഒരെണ്ണം നഷ്ടപ്പെട്ടല്ലോ, അവൻ എന്നാ പിടിക്കേണ്ടത്? 61ാമത്തെ ദിവസം പിടിക്കുമ്പോ എത്രയായി? നോമ്പ് എത്രയായി? 60 അല്ല. ഈ 58 ദിവസം പിടിച്ചു, 59 പിടിച്ചില്ല. എന്നാൽ 60 അവൻ പിടിക്കുമ്പോ 59 അല്ല, 1. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം 60 നോമ്പ്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
നിസ്കാര ശേഷം നിങ്ങൾ 33 സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞുവിടായിരുന്നോ? കുറച്ചേരം നിങ്ങൾ തസ്ബീഹ് ചൊല്ലി, കുറച്ചു നേരം അൽഹംദുലില്ലാഹ് ചൊല്ല്, കുറച്ചു നേരം അല്ലാഹു അക്ബർ ചൊല്ല്, എന്നിട്ട് എണീറ്റ് പൊക്കോ എന്നല്ലല്ലോ പറഞ്ഞത്. 33 ചൊല്ല് സുബ്ഹാനല്ലാഹ്, 33 ചൊല്ല് അൽഹംദുലില്ലാഹ്, 33 ചൊല്ല് അല്ലാഹു അക്ബർ. 99ആയി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞിട്ട് 100 പൂർത്തീകരിക്കുക. എന്താ കാരണം? എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എണ്ണി തന്നെ ചൊല്ലണം. അളന്ന് കളഞ്ഞാലും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂ വഅഖിദ്ന ബിൽ അനാമിലി. വിരലുകൾ കൊണ്ട് ചെയ്യേണ്ട അമലെന്തെന്നറിയോ സഹോദരങ്ങളെ? ഇന്ന് ചെയ്യുന്ന അമലേതാണ്? ഒരുത്തനെ പറ്റി എന്തെങ്കിലും നമ്മൾ കേട്ടു, ഫേസ്ബുക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാ, ചേമ്പന്തോട്ടത്തിൽ പന്നി കയറിയതുപോലെ ഇങ്ങനെ കിളച്ചോണ്ടിരിക്കാൻ. അപ്പോഴാണ് ഒരുത്തനെ പറ്റി എന്തോ ഒരു മുസീബത്ത്, ഏവനോ ഒരുത്തൻ എഴുതിയിട്ടൊരു കാര്യം, തള്ള വിരൽ കൊണ്ട് ഒരൊറ്റ നെക്കുമതി പ്രിയപ്പെട്ടവരെ 5000 പേരിലേക്ക് പോയി. 5000 പേരിലേക്ക് പോയി. നീ കമന്റ് എഴുതി, നീ ഷെയർ ചെയ്തു, നീ ലൈക്ക് അടിച്ചു. നിന്റെ കൈകൾ കൊണ്ട് വിരലുകൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഇതാണ്. അല്ല അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വഅഖിദ്ന ബിൽ അനാമിലി. നീ നിന്റെ വിരലുകൾ കൊണ്ട്, ഫിംഗർ കൊണ്ട് ചെയ്യേണ്ട പണി എന്തെന്നറിയോ? എണ്ണം പിടിക്കലാണ്. എണ്ണം പിടിക്കലാണ്. അതുകൊണ്ട് ഓരോ അവയവങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും. അതുകൊണ്ട് പറ്റുന്ന അവയവങ്ങൾ കൊണ്ട് ഇബാദത്തെടുക്ക്. അതൊക്കെ വിശദീകരിക്കാനുള്ള സമയം നമുക്കൊന്ന് കുറവാണ്. രണ്ടാമത്തേത് വേദി അതുമല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം 5ാമത്തേതിലേക്ക് പോവാണ്. മറക്കരുത്, 1 മലായിക്കത്തുകൾ, 2 ഭൂമി, 3 ഓരോ ടൈം, 4ാമത്തേത് അവയവങ്ങൾ. ഇനി 5ാമതൊന്നുകൂടിയുണ്ട്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ജാസിയ ഓതിയിട്ട് സമൂഹത്തോട് പറയുകയാ, വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ല ഉമ്മത്തിൻ തുദആ ഇലാ കിതാബിഹാ. അല്ലാഹു പറയുകയാണ് വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നരകത്തിന്റെ മുമ്പിൽ ഓരോരുത്തരും വന്ന് നിൽക്കുന്നത് മുട്ടുകുത്തിയാണ് സഹോദരങ്ങളെ. കുല്ല ഉമ്മത്തിൻ തുദആ ഇലാ കിതാബിഹാ. അവന്റെ ജീവിതത്തിന്റെ കുറ്റപത്രത്തിലേക്ക് ഓരോരുത്തരെയും വിളിക്കപ്പെടുകയാ. അൽയൗമ തുജ്സൗന മാ കുന്തും തഅമലൂൻ. നീ ചെയ്യുന്നതെന്താണോ അതിനെ ഇപ്പോൾ നിനക്ക് പ്രതിഫലം കിട്ടുകയാണ്, അല്ലെങ്കിൽ ശിക്ഷ കിട്ടുകയാ. ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്. അല്ലാഹ് പറയുകയാണ്, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്. സത്യസന്ധമായി നിങ്ങളുടെ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥമാണിത്. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വരുന്ന സാക്ഷികളിൽ 5ാമത്തേത് അല്ലാഹ് പറയുകയാണ് നമ്മുടെ കുറ്റപത്രമാണ്. എല്ലാം എഴുതി വെച്ചിരിക്കാൻ. ഞാൻ ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ അമല് കൃത്യമായി ചെയ്തോ. നമ്മുടെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കാൻ. ആരും അറിയാതെ ചെയ്തത്, ആരും കാണാതെ ചെയ്തത് എല്ലാം വളരെ കൃത്യമായി, സത്യസന്ധമായി, ഹക്കായി നമ്മുടെ കുറ്റപത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കാൻ. ഒന്നും വിട്ടിട്ടില്ല. നാളെ പരലോകത്ത് നമ്മുടെ കയ്യിൽ ഇത് വിളിച്ചു തരും. നമ്മുടെ കയ്യിൽ വിളിച്ചു തരുമ്പോ ഒന്നുകിൽ വലത് കയ്യിലില്ലെങ്കിൽ ഇടത് കയ്യിൽ. ഏത് കയ്യിലാ വാങ്ങേണ്ടത്? വലത് കയ്യിലാ വാങ്ങേണ്ടത്. അതിന് അല്ലാഹു തൗഫീക്ക് തരട്ടെ. വലത് കയ്യിൽ വാങ്ങിയവന് രക്ഷപ്പെട്ടു, ഇടത് കയ്യിൽ വാങ്ങിയവൻ പരാജയപ്പെട്ടു. സഹോദരങ്ങളെ, കർമ്മപുസ്തകം ഉറക്കെ വായിക്കേണ്ടി വരും. കോടാനകോടി ജനങ്ങളുടെ മുമ്പിൽ, മനുഷ്യർ ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യന്റെ മുമ്പിലും നമ്മൾ രഹസ്യമായി ചെയ്തത് വായിച്ച് കേൾപ്പിക്കേണ്ടി വരും. അങ്ങനെ വായിച്ച് കേൾപ്പിക്കാതെ സ്വയം വായിച്ച് അല്ലാഹ് അടുത്തേക്ക് വിളിച്ചിട്ട്, കണ്ടോ എന്താ നീ ഉദ്ദേശിക്കുന്നത്? പടച്ചോനെ, പെട്ടത് തന്നെ അല്ല, ഞാൻ നിനക്കിതാ പുറത്തു തന്നിരിക്കുന്നു. ഭൂമിയിൽ ഇത് ഞാൻ മറച്ചു വെച്ചല്ലോ. ഈ ഗ്രന്ഥം, ഈ കർമ്മപുസ്തകം, ഈ ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം, ഈ കുറ്റപത്രം നീ ആരുടെ മുമ്പിലും വായിക്കണ്ട, രഹസ്യമായി നീ തന്നെ വായിച്ചോ എന്ന് അല്ലാഹ് പറയണമെങ്കിൽ ഒരു അമല് നമ്മൾ ചെയ്യണം. അതിൽ നമ്മളെല്ലാവരും വീക്കാണ്.
ആ കാര്യത്തിൽ നമ്മളെല്ലാവരും വീഴ്ചയിലാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും പിന്നിലോട്ടാണ്. അത് ചെയ്യുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആരുടെ മുന്നിലും നമ്മൾ ഉറക്കെ വായിക്കേണ്ടി വരൂല, ഒരാളുടെ മുമ്പിലും നമ്മൾ വായിക്കേണ്ടി വരൂല. നമുക്ക് തീർച്ച നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ഒരാളും അറിയാതെ നമുക്കത് രഹസ്യമാക്കി വെക്കാൻ കഴിയും. അതിനൊരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. അതിനുമുമ്പ് നിങ്ങൾ കേട്ടോ, സഹോദരങ്ങളെ, കയ്യിലേക്ക് വാങ്ങുന്ന ഗ്രന്ഥമുണ്ടല്ലോ, അത് നമ്മൾ വാങ്ങി വായിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തോ ഒരു ഗ്രന്ഥമാണ് റബ്ബേ, ചെറുതായി വലുതായി ഒന്നും വിട്ടിട്ടില്ലല്ലോ. ഞാൻ ചിന്തിച്ചത്, പറഞ്ഞത്, മിണ്ടിയത്, ചെയ്തത്, കണ്ടത്, കേട്ടത്, തിന്നത്, കുടിച്ചതല്ല ഇതിനകത്ത് റെക്കോർഡാണല്ലോ. അല്ലാ, CCTV ക്യാമറയാണോ? അല്ല. അതിനേക്കാൾ ഭീകരമായ നിലയിൽ പടച്ചവൻ തരുന്ന കുറ്റപത്രമുണ്ടല്ലോ. ആ കുറ്റപത്രത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത എല്ലാ തിന്മകളും നന്മകളും അതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇത് പരസ്യമായി വായിക്കേണ്ടി വരാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. എന്തെന്നറിയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈ പറയുന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഏതെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ ആ വാർത്തകൾ കേൾക്കുന്ന ഭാഗം നമ്മൾ ആ വാർത്തകളെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോകം മൊത്തം ഏറ്റെടുക്കുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ? മദ്രസ അധ്യാപകർ പീഡിപ്പിക്കുന്നു. മദ്രസ അധ്യാപകരുടെ പീഡനം. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം. മദ്രസയിൽ വെച്ച് എന്നല്ല, മൈതാനത്തിൽ വെച്ചല്ല, ലോകത്ത് എവിടെ വെച്ചും ഇതുപോലുള്ള തോന്നിയാസം കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ വേണം. അതിവിടെ നിയമത്തിന് ചില വഴികളുണ്ട്. നിയമത്തിന് വിധേയരാകാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നിയമത്തിന് വിധേയരായി നമ്മൾ ചെയ്യാൻ. മദ്രസ അധ്യാപകരുടെ പീഡനം, മദ്രസയിലെ പീഡനം, ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവുമാകും, തെറ്റിന് കൂട്ടുനിൽക്കലാവും, തിന്മയ്ക്ക് കൊടപിടിക്കലാവും. അതുകൊണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. ഞാൻ വളരെ ശക്തമായ നിലയിൽ പറയുകയാണ്, അങ്ങനെ മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന ആ പ്രിയപ്പെട്ട മക്കളെ വളരെ മോശമായ നിലയിൽ, സഭ്യതയില്ലാത്ത നിലയിൽ അശ്ലീല ചുവയുള്ള വാചകങ്ങൾ ചേർക്കുകയും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനെ മേലിൽ ഈ വേഷം ധരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ശക്തമായ നിലയിൽ സമൂഹം കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിൽ യാതൊരു സംശയവുമില്ല. അവന് യോഗ്യതയില്ല ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ. അവന് മദ്രസ അധ്യാപകനാകാനുള്ള ക്വാളിറ്റി ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടിയെ അടിച്ചാൽ, ഇന്നിപ്പോ ഒരു ഉസ്താദിനെ പാട്ടി കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ പൊന്നി ഇമാമിയങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഇമാമിയങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മദ്രസാധ്യാപകർ, എന്റെ പ്രിയപ്പെട്ട ഉലമാക്കളോട് പറയാനുള്ളത്, ഒരു മഹല്ലത്തിൽ നമ്മളെ വേണ്ടാന്ന് കണ്ടാൽ അള്ളാഹുവിനെ കരുതി പൊട്ടെന്ന് പോയേക്കണം. തൂങ്ങി നിൽക്കരുത്. ഇമാമിനെ ഏതെങ്കിലും ഇമാമിന്റെ ഓതൽ ഇപ്പൊ അത്ര ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പൊന്നുമോനെ, നീ വേറെ പള്ളി നോക്കെന്നാണ്. ഉസ്താദെ, പ്രസംഗം അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ഉസ്താദ് വേറെ പള്ളി നോക്കണം എന്നാണ്. മുഅദ്ദിന്റെ ബാങ്കിന് ഇപ്പൊ ശൈലി പോരല്ലോ എന്ന് കമ്മിറ്റിക്കാരോ നാട്ടുകാരോ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അടുത്ത പള്ളി നോക്കിക്കോളൂ എന്നാണ്. ഇല്ല, ഞാൻ ശൈലി മാറ്റിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നന്നാക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് കൊണ്ടുവരുന്നത് വേറെ ചില കാര്യങ്ങളായിരിക്കും. ഒരാളോട് വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്റെ മോനെ അവിടെ നുള്ളി, ഇവിടെ പിച്ചി, അവിടെ അടിച്ചു, പുറത്ത് കാണിക്കാൻ പറ്റൂല, അവിടത്തെ സ്ഥലത്ത് അടിച്ചത്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു, ഇവിടെ തലോടി, അവിടെ അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരൊറ്റ കോൾ ചെയ്താൽ മതി. മുസ്ലിയാർ 13 വർഷം അകത്താ. നിങ്ങൾക്കറിയോ എത്ര മഹല്ലുകളിലാണ് പോക്സോ കേസിൽ അകത്തായ ആ പള്ളിയിലെ ഇമാമിനെ, മദ്രസാധ്യാപകനെ അതേ മഹല്ല് നിവാസികൾ
പണം പിരിച്ചിട്ട് അവസാനം പച്ചക്കള്ളമായിരുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ ആ പള്ളിയിലെ ഇമാമിനെ അവിടത്തെ മഹല്ല് വാസികൾ പണം പിരിച്ചിട്ട് കേസ് നടത്തിയിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്ത് നേരെ പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് ആദരവ് കൊടുത്തത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടില്ലേ? ഒരാളോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? മദ്രസയിൽ അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അതിന് പ്രധാനമായിട്ട് കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാര്, ഒരു മഹല്ലത്തിൽ നമ്മളെ താല്പര്യമില്ലാന്ന് കണ്ടാൽ അള്ളാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്, അള്ളാഹുവാണ് വായ കീറിയത്. സുബ്ഹാന സജദ വജ്ഹില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു. നമ്മുടെ കാതും കണ്ണും വായും ഒക്കെ കീറിയത് അല്ലാഹുവാ. അവനാണ് റസ്സാഖ്, അവനാണ് റാസിഖ്, അവനാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഭക്ഷിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വരുമാന മാർഗമായിട്ടല്ല ഇത് കാണുന്നത്. ദീനിന്റെ പ്രബോധനമാണ്. സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി നമുക്ക് തരുന്ന ഹദിയയാണ്. എന്റെ പള്ളിയിൽ ഞാൻ ചെന്നിട്ട് എന്റെ ശമ്പളം കൂട്ട്, ഇങ്ങോട്ട് ശമ്പളം എന്താ എന്ന് പറയില്ല. കാരണം എന്താ? ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ശമ്പളം വാങ്ങാം. ഞാൻ ചെയ്യുന്ന ഖിദ്മത്താണ്, അവര് തരുന്നത് ഗിഫ്റ്റാണ്. ഞാൻ ചെയ്യുന്നത് ഖിദ്മത്താണ്, എനിക്ക് തരുന്നത് സംഭാവനയാണ്, ഗിഫ്റ്റാണ്. അല്ലാതെ ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ശമ്പളം വാങ്ങാം. സഹോദരങ്ങളെ, ദീനി ഖിദ്മത്തിന് അവരുടെ വീട്, കുടുംബം കഴിയണം. ആ കുടുംബത്തിന് കഴിയാൻ വേണ്ടിയിട്ട് ഒരു സഹായം പള്ളിയുടെ ആളുകളൊക്കെ നൽകുമ്പോ അല്ലെങ്കിൽ കമ്മിറ്റി നൽകുമ്പോ അത് അള്ളാഹു വേറെ പള്ളിയിൽ നിങ്ങൾക്ക് തരും. അള്ളാന്റെ ദീനല്ലേ ഇത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അധികം ആളുകളും പല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് പള്ളി ഇമാമിങ്ങൾക്കും മദ്രസാധ്യാപകർക്കുമെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തുക. എന്നാൽ മറിച്ച് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചില ഞരമ്പ് രോഗികളായി ഈ വേഷം ധരിച്ചിട്ട് കടന്നുകൂടിയിട്ട് മദ്രസയിൽ അള്ളാഹുവിനെ പറ്റിയും പ്രവാചകനെ പറ്റിയും മതം പഠിക്കാൻ വേണ്ടി വരുന്ന മക്കളെ വളരെ മോശമായ നിലയിൽ സമീപിക്കുന്ന അധ്യാപകരും ഉണ്ട് എന്ന് തെളിയപ്പെട്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇതിന് അവകാശം, അവർക്കൊന്നും ഇതിനുള്ള അനുവാദം കൊടുക്കാതെ ഈ പള്ളിയും പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന മേഖലകളും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന മദ്രസാധ്യാപനങ്ങളൊന്നും അവരെ അനുവദിക്കാതെ പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് വേറെന്തെങ്കിലും പണിക്ക് വേണ്ടി മാറ്റി സമൂഹത്തെ രക്ഷപ്പെടുത്തലാണ് നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം. പക്ഷെ എല്ലാം അങ്ങോട്ട് നമ്മൾ വിഴുങ്ങരുത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ റൂമുകളിലും, നമ്മുടെ റൂമുകൾ എന്ന് പറഞ്ഞാൽ മദ്രസകളിലൊക്കെ ക്യാമറകൾ തന്നെ വെക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ നമുക്കതിന് സുഗമമാക്കാൻ കഴിയും. റൂമിലല്ല, ഉസ്താദിന്റെ ബാത്റൂമിൽ വെക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. മദ്രസ ഹാളില്, നമ്മുടെ മദ്രസകളിൽ ക്ലാസ് റൂമുകളിൽ ഒരു ക്യാമറ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. എന്തിനാണ്? ആ ക്യാമറ വെച്ചു കൊടുത്താൽ ഉസ്താദ് എങ്ങനെയാ കുട്ടികളോട് സമീപിച്ചത് എന്ന് കൃത്യമായിട്ട് പിന്നീട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. പാവപ്പെട്ട ഉലമാക്കളെ സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടത്തെ കുറെ ആളുകൾ, ആ ആളുകൾ ഇങ്ങനെ ഉലമാക്കൾക്കെതിരെ, അവർക്ക് മദ്രസാധ്യാപകർ എങ്ങനെയാണോ, പൂജാരിമാർ എങ്ങനെയാണോ, പള്ളിയിലെ പാസ്റ്റർമാർ എങ്ങനെയാണോ, നാട്ടിലെ സാധാരണക്കാർ അവര് ചെയ്യുന്ന പ്രവൃത്തി ഏതെങ്കിലും ഉലമാക്കൾ അല്ലെങ്കിൽ മദ്രസാധ്യാപകർ ചെയ്യുമ്പോൾ ആ അധ്യാപകർ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് വെള്ളപൂശുകയല്ല. പൂജാരിമാര് ചെയ്യുന്നത് പോലെയും പാസ്റ്റർമാർ ചെയ്യുന്നത് പോലെയും സാധാരണക്കാര് ചെയ്യുന്നത് പോലെ അല്ല ആലിമീങ്ങൾ ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ചില വിഷയങ്ങള്, ചിലരുടെ കാര്യങ്ങൾ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും അവരുടെ തൊഴിലുകൾ കൊടുക്കുമ്പോ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇപ്പൊ നമ്മള് ഗൾഫുകാരുടെ ഏതെങ്കിലും ഭാര്യമാരുടെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ മോശമായ കമന്റുകൾ വന്നാൽ പറയുന്നത് എന്താ? ഗൾഫുകാരന്റെ ഭാര്യ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? എവിടെ കൊടുക്കുന്നത്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഡോക്ടറുടെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. കൂലിവേലക്കാരന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാസികളൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെ ഓരോ മതപ്രഭാഷകൻ അറസ്റ്റിൽ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? അയാൾക്ക് വേറെ എന്തെല്ലാം ഡ്യൂട്ടി ഉണ്ട്.
അപ്പൊ ഒരു സമൂഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, വെള്ളപൂശുകയല്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ് നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോഴും പൊതുസമൂഹം ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായി മദ്രസകളിൽ നിന്ന് അകലം പാലിച്ച് ഏതെങ്കിലും തൂമ്പയും മൺവെട്ടിയും മൺകോരിയും എടുത്തിട്ട് പാടത്ത് കിളയ്ക്കാൻ വിടുകയാ ചെയ്യേണ്ടത്. അവർക്ക് മദ്രസാധ്യാപനം ചേർന്നതല്ല. അപ്പോഴും എല്ലാ പോക്സോ കേസുകളിലും അടയ്ക്കപ്പെട്ട പിടിക്കപ്പെട്ട ഉലമാക്കൾ എല്ലാവരും ആ തെറ്റിലാണ് എന്ന് കരുതി പോകരുത്. നഷ്ടപ്പെടുന്ന 2-3 വർഷം കഴിഞ്ഞ് നിരപരാധിത്വം തെളിയിക്കപ്പെടുമ്പോഴും അവർക്കും കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അവരുടെ മുന്നിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, പഠിച്ച സ്ഥാപനത്തിലൊന്ന് പോകാൻ കഴിയാതെ, ആഹാരം കൊടുത്ത സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ, നിരപരാധികൾ ഇന്നും കേരളത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും, കണക്കുകൾ നിരത്തിയിട്ട്. അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട രീതിയിൽ തന്നെ കാണുക, അല്ലാതെ എല്ലാം ഒരേ കണ്ണുകൊണ്ട് നമ്മൾ കാണരുത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ, ഒരൊറ്റ നെക്ക പിടിച്ചിട്ട് 5000 പേർക്ക് എത്തി. അപ്പോഴാണ് പിറ്റേ ദിവസം അറിയുന്ന, അത് പാവം നിരപരാധിയായിരുന്നു. ഈ നെക്കിന് പിടിച്ച് തിരിച്ചു നിൽക്കാൻ പറ്റുമോ? 5000 പേരെടുത്ത് എന്നിട്ട് മാപ്പ്, ഞാൻ ചെയ്തത് ചുമ്മാണ്, വെറുതാണ്, അറിയാതെയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഓരോ വിരലുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ജാഗ്രത ചെയ്യേണ്ടത്. ആ സമയത്ത് ഇതിൽ നെക്കിക്കൊണ്ടിരിക്കാതെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, വാഖിദ് ബില്ലാഹി ആമീൻ. നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ വിരൽ സാക്ഷി നിൽക്കും.